ഹായ് ഓൾ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്ത കുറച്ച് ഫെദേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 4 മെത്തേഡിൽ എങ്ങനെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഫെദേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റിയൽ ഫെദർ പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു ക്ലോത്ത് ആണ്. ഇത് നമ്മുടെ ഒരു സൽവാർ കമ്മീസിൻ്റെ കട്ടിങ് ബാക്കിയുള്ള പീസാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് അതായത് ഇങ്ങനെ നൂല് പോരുന്ന ടൈപ്പ് ഒരു തുണിയാണിത്, നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ തുണി എടുക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ പാൻറ്റുമ്മൽ ഇങ്ങനത്തെ ഒരു തുണി കിട്ടും, ഒരു സാറ്റിൻ ടൈപ്പ് തുണി, അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഫെദറിൻ്റെ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ 2 പീസസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം ഒരു കമ്പി എടുക്കുക. കമ്പി എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആ ഒരു സെൻറ്ററിൽ വരുന്ന ഭാഗമില്ലേ, അവിടെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഈ കമ്പി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ അടുത്ത പീസ് എടുത്തിട്ട് ഈ താഴത്തെ ആ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മുകളിൽ വരുന്ന ആ ഒരു ഭാഗവും നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതങ്ങ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടും കേട്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇന്ന് ഉണങ്ങാൻ വേണ്ടി വിടുക. ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു സേഫ്റ്റി പിൻ, അതായത് നമ്മുടെ സാരിയിലൊക്കെ കുത്തുന്ന സൂചി ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ കുത്തി ഇങ്ങനെ വലിച്ച് കൊടുക്കുക. നൂല് ഇങ്ങനെ വലിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു സൈഡിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്തെങ്കിലും കെട്ട് പോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറിച്ചിട്ട് അപ്പുറത്തെ സൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. നമ്മുടെ ആ കമ്പിയുടെ ഭാഗം വരുന്നിടത്ത് ഒരു 2-3 ലെയർ നമ്മൾ ചെയ്യാതെ വിടണം. ഓക്കെ, അല്ലെങ്കിൽ അത് മൊത്തമായിട്ട് ഊരിപ്പോരും കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ കമ്പിയുടെ ഭാഗത്ത് വരുന്ന നൂലുകൾ നമ്മളിങ്ങനെ വലിക്കരുത്, അതിൻ്റെ സൈഡുകളിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ വലിക്കുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സ്ലോലി കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ വലിച്ച് എടുത്താൽ മതി. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ തുണി നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെ സാരി ബ്ലൗസിൽ വിത്ത് ബ്ലൗസ് ഒക്കെ ആയിട്ട് വരുന്ന തുണികൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിങ്ങനെ നൂല് വലിയുന്ന ടൈപ്പ് തുണിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളിതാ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്, 2 സൈഡും ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ നമ്മുടെ ഒരു കോമ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക. അതായത് എക്സ്ട്രാ നമ്മുടെ നൂല് എന്തെങ്കിലും വരാത്തുണ്ടെങ്കിൽ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ താഴത്തോട്ട് ഇതിനെ അങ്ങ് കോമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം 2 സൈഡുകളും കോമ്പ് ചെയ്തതിന് ശേഷം താഴോട്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഫെദറിൻ്റെ ഷേപ്പൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ട് കോമ്പൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ടൊക്കെ ഒന്ന് ആക്കി നമ്മൾ അതിനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഒരു ഫെദർ എങ്ങനെയാണോ വരുന്നത് ആ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കോമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കോമ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ താഴത്തോട്ട് ഒരു സൈഡ് മാത്രമായിട്ടൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് ആ ഒരു ഷേപ്പ് നമ്മൾ വരുത്തിയെടുക്കണം കേട്ടോ. നമ്മുടെ തുണിയല്ലേ ഇത്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളിതാ ഒരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് ഒരു ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെദർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫെദർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനി നമ്മൾ സെക്കൻഡ് മെത്തേഡിന് യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു സാറ്റിൻ റിബണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സാറ്റിൻ റിബൺ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഫ്ലവറൊക്കെ ആയിട്ട് വരുന്ന റിബൺ ഉണ്ടാവും, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടാവും. ആ 2 സൈഡുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഒരു തുന്നിയ പോലത്തെ ഒരു ഇതുണ്ടാവും, അത് നമ്മൾ 2 പീസിൻ്റെയും നമ്മളിങ്ങനെ എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഓക്കെ, ആ ഒരു ഇത് കട്ടിങ് ചെയ്ത് കളഞ്ഞാലാണ് നമുക്ക് ഭംഗിയായിട്ട് അത് കിട്ടുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒരു കമ്പി എടുക്കുക. കമ്പി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. കമ്പിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നീളമുള്ള ഭാഗം വേണം ഇങ്ങനെ നീളത്തിൽ നിൽക്കാണ്ടാവും. ഓക്കെ, എന്നിട്ട് അടുത്ത പീസ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് നീളമുള്ള ഭാഗമായിരിക്കണം നമ്മൾ ഈ കമ്പി ഒട്ടിക്കുന്നത്. 2 സൈഡിലും കൂടുതൽ നീളമുള്ള ഭാഗം വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു സൂചി എടുത്തിട്ട് കുത്തി ഇങ്ങനെ അതിൻ്റെ നൂല് ഇങ്ങനെ വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ കമ്പിയുടെ ആ സെൻറ്ററിലെ ഭാഗത്ത് നമ്മളൊരു 2-3 ലൈൻ ഇങ്ങനെ നൂല് വലിക്കാതെ നമ്മൾ വിട്ടു കൊടുക്കണം. ഓക്കെ, ഇതിന് നമ്മൾ ഷേപ്പൊന്നും ആക്കിയിട്ട് ജസ്റ്റ് ഇതാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് കോമ്പെടുത്ത് നമ്മളിങ്ങനെ കോമ്പ് ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനൊന്ന് സിസേഴ്സ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഫെദറിൻ്റെ ഷേപ്പിലോട്ടൊന്ന്
കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള നമ്മുടെ ഫെദർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് കഴിഞ്ഞു. ഇനി തേർഡ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വൂളാണ്. വൂൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അതായത് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചുറ്റുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നീളം വരാൻ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര നീളത്തിലാണ് നമ്മൾ ഈ വൂള് എടുക്കുന്നത് കേട്ടോ. നമ്മളുടെ നീളത്തിനനുസരിച്ച് എടുക്കാം. അതിനുശേഷം ഒരു കമ്പി എടുക്കുക. കമ്പി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഒരു ലൂപ്പ് പോലെ മടക്കിയിട്ട് ഒരു വൂള് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു കമ്പി വെച്ച് കൊടുത്തു. അതിനുശേഷം അടുത്ത വൂള് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ നിവർത്തിയിട്ട് ആ ഒരു കമ്പിയുടെ മേലെ തന്നെ വെച്ച് കൊടുത്തു. അതായത് ആദ്യം ഒരു ലൂപ്പ് എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കമ്പിയും ഒരു വൂളും ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഒരെൻഡ് ആ ഒരു ഹോളി കോഡ് എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് രണ്ട് സൈഡും ഇങ്ങനെ അങ്ങ് അപ്പോൾ ഒരു കെട്ട് പോലെ വീഴും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് ഇതിൽ ഈ ഒരു എൻഡ് ഭാഗം കമ്പിയുടെ ഒന്ന് വളച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഊരിപ്പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് വലിയ നൂല് കൊണ്ട് കാണിച്ചു തരാം. ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ താഴെ വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലാണ് നമ്മൾ കമ്പി വെച്ച് കൊടുത്തത്. കണ്ടോ, ഇങ്ങനെ ഒന്ന് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മടക്കി വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ അടുത്ത ത്രെഡ് നമ്മളിതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആ കമ്പിയുടെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ ആയിരിക്കുന്ന ആ വളച്ച വൂളുണ്ടല്ലോ, ആ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ഇങ്ങനെ അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വൂളിതാ അതും ഇങ്ങനെ മടക്കി രണ്ട് എൻഡുകളും ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ അവിടെ ഒരു കെട്ട് പോലെ ഇങ്ങനെ വീഴുന്നതായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ വലിച്ച് നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചെറിയ നമ്മളുടെ സൈസിനനുസരിച്ചുള്ള വൂളാണ് നമുക്ക് ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ നമുക്കിതാ ഇങ്ങനെ വെറുതെ ഓരോ ലെയർ ഓരോ വൂളിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആ കമ്പിയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെറുതെ കെട്ടി കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതിനേക്കാളും ഭംഗിയായിട്ട് വരെ നമ്മൾ ആ നേരത്തെ കെട്ടിയില്ലേ, ഒരു ലൂപ്പ് എടുത്ത് മടക്കിയിട്ട് കെട്ടിയില്ലേ, അതാണ് ഭംഗിയായിട്ട് വരിക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തിക്നെസ് ഉണ്ടാവും അതിനാവുമ്പോൾ. രണ്ട് സൈഡിലും രണ്ട് വൂള് വെച്ചിട്ട് വരുമ്പോൾ ഒരു തിക്ക് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് വെച്ചാൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ നമ്മളിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ എൻഡിലും ഞാനൊരു കുറച്ച് ഗ്ലൂ ഗൺ ഇട്ടൊന്ന് ഒട്ടിക്കുകയാണ്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ ആ കെട്ട് മുറുകിയിട്ടില്ലെങ്കിൽ ഒന്ന് ഊരിപ്പോരും. അതിനുശേഷം നമ്മളൊരു കോമ്പ് എടുത്തിട്ട് ഇങ്ങനെ കോമ്പ് ചെയ്യാം. അതായത് ഇത് കോമ്പ് ചെയ്യും തോറും ഇങ്ങനെ ഒരു ഫർ പോലെ ആവും നമ്മുടെ വൂള് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോമ്പ് ചെയ്ത് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ കോമ്പ് ചെയ്ത് അതിനൊരു ഫർ പോലെ ആക്കുക. നമ്മുടെ ആ വൂളിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. പക്ഷെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരണമെങ്കിൽ നമ്മളെപ്പോഴും ഈ കോമ്പ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി ഒരു വൂള് പോലെ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിനെ നമുക്കിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടോ, ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ച് നമ്മൾ ആ ഒരു ഷേപ്പിലോട്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ആദ്യമേ വരുത്തണം കേട്ടോ. എന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫെദറിൻ്റെ ലുക്കിലോട്ട് നമ്മൾ വരുവുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പിടിക്കുമ്പോൾ വരില്ല, കുറച്ചൊന്ന് ഇതാവണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തില്ലേ ക്ലോത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ അതിനെ താഴോട്ട് കോമ്പ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ താഴോട്ട് വീണിരിക്കുമല്ലോ ഫെദർ എപ്പോഴും. അപ്പോൾ ആ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഫർ പോലെ വന്നാലാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഫെദർ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഫെദറിൻ്റെ ഷേപ്പിലോട്ട് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ ഭാഗം കുറച്ച് വീതിയായിട്ടും താഴെ ഭാഗം കുറച്ച് വീതി കുറച്ചിട്ടുമായിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ തേർഡ് മെത്തേഡ് ഓഫ് ഫെദറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ച് നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് വെച്ച് ഉറപ്പിച്ച് ഭംഗിയാക്കി വെച്ച് റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫെദർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് അതൊന്ന് കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കണം. ആ ഒരു ഷേപ്പ് വരുന്ന വരെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫെദറിൻ്റെ ലുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മെത്തേഡിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പേപ്പറാണ് കേട്ടോ. നമ്മൾ സാധാരണ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേജൊക്കെ എടുക്കാം. ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ഒരു മടക്ക് മടക്കി വീണ്ടും നമ്മൾ ഒരു മടക്കും കൂടെ മടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ രണ്ട് പ്രാവശ്യം മടക്കി രണ്ട് പേപ്പർ എടുത്തിട്ട് ഒറ്റ മടക്ക്. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു ഫെദറിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫെദറിൻ്റെയോ ലീഫിൻ്റെ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അതായത് രണ്ട് പീസ് നമ്മൾ ആ ക്ലോത്തിൽ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മളൊരു കമ്പി എടുക്കുകയാണ് ചെയ്യുന്നത്. കമ്പിയിൽ നമ്മൾ ഗ്ലൂ ഇടുന്നു. ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഫെദർ ചെയ്ത ക്ലോത്ത് വെച്ച് ചെയ്ത അതേപോലെ തന്നെയാണ് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുത്തു. എപ്പോഴും മുകൾ ഭാഗവും അടിഭാഗവും ഒരേപോലെ വരുന്ന വിധത്തിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത പീസ് എടുത്തിട്ട് അതും അതിൻ്റെ എൻഡ് ഭാഗവും പിന്നെ അതിൻ്റെ ടോപ്പ് ഭാഗം ഒട്ടിച്ചിട്ടാണ് കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ ഒട്ടിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വിടുക. ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ചെറിയ നോച്ചസ് ഇതിലിട്ട് കൊടുക്കാം. ആ സെൻറ്ററിലോട്ട് വരുന്ന വിധത്തിൽ, അതായത് ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കരുത്. ഒരു
സ്ലാൻഡിങ് ആയിട്ട് പിടിച്ചിട്ട് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ത്രെഡ് കട്ടർ ഉണ്ടെങ്കിൽ, തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ അടുത്തടുത്തടുത്ത് കൊടുക്കുക, ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഒട്ടും വീതി വരരുത്. വീതി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫെദറിൻ്റെ ഒരു ലുക്കും കിട്ടില്ല കേട്ടോ. എത്രയും കനം കുറച്ച് നമ്മൾ ഈ നോച്ചസ് ഇട്ട് കൊടുക്കുന്നു അത്രയും കനം കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് ഈ കട്ടിങ് കേട്ടോ, ചെറുതായി, വളരെ ചെറുതായി നമ്മൾ ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫെദർ റെഡി ആയിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് താഴ്ത്തോട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ച് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെദറും ഇവിടെ റെഡിയായി. 4ാമത്തെ മെത്തേഡും റെഡിയായി. അപ്പോൾ അതാ നമ്മുടെ 4 ഫെദേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ഈ സാറ്റിൻ റിബണും ഈ ഒരു ക്ലോത്ത് വെച്ച് ചെയ്തതാണ്. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഫെദർ തന്നെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ വൂള് വെച്ച് ചെയ്ത് കുഴപ്പമില്ല, പേപ്പർ വെച്ച് ചെയ്തതും കുഴപ്പമില്ല. പേപ്പർ കുറച്ച് കട്ടി കൂടിപ്പോയി, A4 ഷീറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് കട്ടി കുറഞ്ഞ പേപ്പർ എടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ 4 മെത്തേഡ്സും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് നമുക്ക് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ്, ഇതുപോലെ ഹോം മെയ്ഡായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് ആർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കി വെക്കാൻ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ആർട്ടുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.